ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തി നമ്മൾ അവഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട 5 കാര്യങ്ങളെക്കുറിച്ചാണ്. ഒരിക്കലും ടെൻഷൻ അടിക്കണ്ട, ഒരുപാട് ഓവർ തിങ്ക് ചെയ്യണ്ട. അങ്ങനെ ചെയ്തതുകൊണ്ട് നമുക്ക് വലിയ പ്രോഗ്രസ് ഒന്നും ഉണ്ടാക്കാനായിട്ട് പോകുന്നില്ല, അത് കൂടുതൽ വഷളാകത്തേ ഉള്ളൂ. അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് ചെയ്യാം. ഒന്ന് പറ്റുമെങ്കിൽ നിങ്ങൾ ആ നെറ്റ് ഒന്ന് ഓഫ് ചെയ്തിടുക. ഇനി വേറെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അത് ഓണാക്കിക്കോ, കുഴപ്പമില്ല. അവരുടെ സ്റ്റാറ്റസ് പോയി നോക്കുക, അവർ ഓൺലൈനിൽ ഉണ്ടോ എന്നുള്ളത് പോയി ചെക്ക് ചെയ്യുക. അങ്ങനെ ചെയ്യും തോറും ഇപ്പോൾ അവർ ഓൺലൈനിൽ ഉണ്ടെന്ന് വിചാരിക്കുക, നിങ്ങളുടെ മെസ്സേജിന് റിപ്ലൈ തരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളെന്താവും, കൂടുതൽ പ്രഷറിലായിരിക്കും അല്ലേ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഓൺലൈനിൽ ഉണ്ടോ എന്നുള്ളത് നോക്കണ്ട, സ്റ്റാറ്റസ് നോക്കണ്ട. അതൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ ടെൻഷനിലോട്ടും ഓവർ തിങ്കിങ്ങിലോട്ടും പോകും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒന്നില്ലെങ്കിൽ നെറ്റ് ഓഫ് ആക്കിയിടുക, അല്ലെങ്കിൽ ഫോൺ കുറച്ച് സമയത്തേക്ക് മാറ്റി വെക്കുക, ഉപയോഗിക്കാതിരിക്കുക. അല്ലെങ്കിൽ ഓൺലൈനിലുണ്ട് എന്നുള്ളത് നോക്കരുത്, സ്റ്റാറ്റസ് നോക്കരുത്. ഒരു സ്പേസ് കൊടുക്കുക. ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളെ അവഗണിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളെ വല്ലാണ്ട് ഒരു പരിഗണിക്കുന്നില്ല, ഇമ്പോർട്ടൻസ് നൽകുന്നില്ലെങ്കിൽ ആ സ്പേസ് ഇടുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ തന്നെ എന്താപ്പം അതിന് കാരണം എന്നുള്ളത് ആലോചിച്ച് തലമുണ്ടാക്കും. എന്നിട്ട് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു കൂട്ടും, ഒരു നിഗമനത്തിലെത്തും അല്ലേ. അതിന് പകരം ആൾ ബിസിയാണ്, അല്ലെങ്കിൽ ആൾക്ക് എന്നോട് ഒരു സ്പേസ് ഇടണമെന്ന് തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ ആ ഒരു രീതിയിൽ ചിന്തിക്കുക. അല്ലാതെ ഒത്തിരി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് എന്നെപ്പം എന്താ അവഗണിക്കുന്നത്, ഇനി എന്നെ ഉപേക്ഷിക്കുമോ, അങ്ങനെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കാതിരിക്കുക. അപ്പം അത്തരത്തിലുള്ള തോട്ട്സുകൾ ചിലപ്പോൾ മനസ്സിലൂടെ വരും, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പം അത് നമ്മൾ ചിന്തിച്ചിട്ട് വിട്ടേക്കുക. അതെന്നെ ആലോചിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കാതിരിക്കുക. മനസ്സിലായോ? റിപ്പീറ്റ് ചിന്തിച്ചുകൊണ്ടിരിക്കാതിരിക്കുക. പിന്നെ എന്തെങ്കിലും കാര്യത്തിലൊക്കെ എൻഗേജ്ഡ് ആവുക. അപ്പം തന്നെ തോട്ട്സ് കുറയും. നമ്മൾ അതെന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ തന്നെ ആ കാര്യത്തിന് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് ഓരോ നിഗമനത്തിൽ എത്താതിരിക്കുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. മൂന്നാമത്തെ കാര്യത്തിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപായിട്ട്, ഇങ്ങനെ നിങ്ങൾക്കൊരു അവഗണന വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തെങ്കിലുമൊക്കെ ഒരു താല്പര്യക്കുറവുള്ളത് കൊണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഒരു സ്പെഷ്യൽ കോച്ചിങ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എന്തെങ്കിലും റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഇഷ്യൂസിനെ പരിഹരിക്കാൻ, അവർക്ക് നിങ്ങളോട് കൂടുതൽ താല്പര്യം തോന്നാൻ, നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ളൊരു മാനസികാവസ്ഥ വരുത്താൻ, അത് അവരുടെ പുറകെ പോയിട്ടല്ല കേട്ടോ, നിങ്ങളുടെ തന്നെ തോട്ടിൻ്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ചില പ്രാക്ടീസിലൂടെ അവർക്ക് നിങ്ങളോടൊരു താല്പര്യം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതൊരു ലോ ഓഫ് അട്രാക്ഷനിലെ സീക്രട്ടാണ്. അപ്പോൾ അത് അറിയേണ്ട ആളുകൾ മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് ജസ്റ്റ് മെസ്സേജ് ഇട്ടാൽ മതി. നിങ്ങളുടെ വിഷയങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഷെയർ ചെയ്യുക, മീൻസ് പ്രോബ്ലംസ്. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻസ് തരുന്നതായിരിക്കും. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടും. അപ്പോൾ ഒരു 21 days പ്രോപ്പർ ഗൈഡൻസ് തന്നാൽ, ആ ഗൈഡൻസ് കറക്റ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റിസൾട്ടിൽ പ്രോഗ്രസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തെങ്കിലും സപ്പോർട്ട് വേണ്ട ആളുകൾ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിച്ചാൽ മതി. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ അവരെ വല്ലാണ്ട് വിളിച്ച് ശല്യം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഒരു 24 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 48 മണിക്കൂർ അവരെ ശല്യം ചെയ്യാതിരിക്കുക. പല ആളുകളും ഉണ്ട് ഇങ്ങനെ ഒരു അവഗണന വരുന്ന സമയത്ത് നമ്മൾ പിന്നെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. എന്താ കാരണം? അല്ലെങ്കിൽ വിളിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ സുഹൃത്തുക്കളോട് ചോദിച്ചുകൊണ്ടിരിക്കും, കൊളീഗ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കും അല്ലേ. അവരെങ്ങനെ പുറകെ ചേസ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് വേണ്ട. ഓക്കെ, ശല്യം ചെയ്യാതിരിക്കുക. മിനിമം ഒരു 48 മണിക്കൂറെങ്കിലും ശല്യം ചെയ്യാതിരിക്കുക. 48 മണിക്കൂറിന് ശേഷം ഒരു റെസ്പോൺസും ഇല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ അവരെന്തൊക്കെയോ ഒരു തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പിക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ തീരുമാനം നമുക്ക് മാറ്റിപ്പിക്കാം. അതിനുള്ള പവർഫുൾ ആയിട്ടുള്ള ഒത്തിരി ടെക്നിക്കുകളുണ്ട്. അത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഇപ്പം തന്നെ വിളിച്ചോ, മുകളിൽ കാണുന്ന നമ്പറിൽ. ഇത് ഈ വിഷമം അനുഭവിക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ്, ഒരു മാർക്കറ്റിംഗ് എന്നുള്ള രീതിയിൽ പറഞ്ഞതല്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോ. നമുക്കതിൽ റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. ആ വ്യക്തി നിങ്ങളെ തിരിച്ച് ചേസ് ചെയ്യും, നിങ്ങളെ ഇഷ്ടപ്പെടും, സ്നേഹിക്കും. അതിനുള്ള മാർഗം നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഒരു 48 മണിക്കൂർ വെയിറ്റ് ചെയ്യുക. എന്നിട്ടും
റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ സപ്പോർട്ടിന് വേണ്ടി വിളിച്ചു. അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, നമ്മുടെ അപ്പത്തെ മൂഡ് ശരിയായിരിക്കില്ല. നമുക്ക് ഒത്തിരി ഓവർ തിങ്കിങ് ഒക്കെ വന്ന് നമ്മൾ ഭയങ്കര ഡൗൺ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു ഡൗൺ ആയിട്ടുള്ള സ്റ്റേജിൽ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് കുറച്ചുകൂടി കൂടുതൽ ടൈം കിട്ടുകയാണല്ലോ. കാരണം അവരെ വിളിക്കാനില്ല, അവരോട് സംസാരിക്കാനില്ല, ഫ്രീ ടൈം ഒത്തിരി ഉണ്ടാവും. നമ്മുടെ കരിയറിൽ അല്ലെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന നമ്മുടെ പാഷനിലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക, കുറച്ച് കൂടുതൽ ആക്ഷൻസ് എടുക്കുക, പ്രവർത്തിച്ചു തുടങ്ങുക, ജീവിതത്തിൽ വിജയിച്ച് കാണിക്കുക. അതൊരു വാശിയായിട്ട് എടുക്കുക. നമ്മൾ ആരെങ്കിലുമൊക്കെ അവഗണിച്ചിട്ടുണ്ടെങ്കിൽ എന്നാൽ നമ്മളെ പുറകെ വരുന്നത് നമുക്ക് കാണിച്ചു കൊടുക്കാം, എങ്ങനെ സക്സസ് ഉണ്ടാക്കിയിട്ട് കാണിച്ചു കൊടുക്കാം എന്നുള്ള രീതിയിൽ ഒരു വാശിയോട് കൂടിയിട്ട് പ്രവർത്തിച്ചു തുടങ്ങാം. ചിലപ്പോൾ അതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല തീരുമാനം. നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ചിലപ്പോൾ സക്സസ് ആയി എന്ന് വരാം. ആ ഒരു പെയിനെ നിങ്ങളുടെ പാഷനിലോട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തിലോട്ട് ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് തീവ്രമായി പ്രവർത്തിക്കാനുള്ള ഊർജം കിട്ടും. സക്സസ് ഉണ്ടെങ്കിൽ എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാവും, സക്സസ് ഇല്ലെങ്കിൽ ആരും നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കുക. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ തന്നെയാണ്. സോ അതുകൊണ്ട് ഫോക്കസ് ഓൺ യുവർ സെൽഫ്. നിങ്ങളിൽ ഫോക്കസ് ചെയ്യുക, നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളിൽ കൂടുതലായിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ ലൈഫിൽ പ്രോഗ്രസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ വെയിറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് പേഷ്യൻസ് കാണിക്കുക എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. അപ്പോൾ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും സ്ട്രഗിൾ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോ. ഇനി വിളിച്ചിട്ട് എനിക്ക് സംസാരിക്കാനൊന്നും വയ്യ, ഇത് ആരോട് ഷെയർ ചെയ്യാനൊന്നും വയ്യ എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ, ആ വ്യക്തി നിങ്ങളെ തിരിച്ചിങ്ങോട്ട് ചേസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ചേസിങ് അഫർമേഷൻ ഞാൻ അയച്ചുതരാം ഫ്രീ ആയിട്ട്. മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ഇട്ടോ ചേസിങ് അഫർമേഷൻ എന്ന്. അപ്പോൾ അത് അയച്ചുതരാം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അത് മാത്രം ചെയ്താൽ മതി. അത് നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ എണീറ്റ ഉടനെ ഒരു 5 മിനിറ്റ് റിപ്പീറ്റഡ് ആയിട്ട് പറയുക. ഒരു 21 ദിവസം തുടർച്ചയായിട്ട് ചെയ്യാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തി നിങ്ങളെ ചേസ് ചെയ്യും, നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യും, നിങ്ങളെ വേണം എന്ന് ആ വ്യക്തിക്ക് തോന്നും. അപ്പോൾ ആ അഫർമേഷൻ വേണ്ട ഒരു മെസ്സേജ് ഇട്ടോ മുകളിൽ കാണുന്ന നമ്പറിൽ. ഓക്കെ, പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.